അത് ഏകദേശം 1.5 ലക്ഷം രൂപ കൊണ്ടേ പോവുള്ളൂ. PRSലാണ്. പിന്നെ അസുഖം ഇപ്പോഴും വന്നു, അത് തനിയെ വെളിയിൽ പോയി, തനിയെ പുറത്തു പോയി. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. അങ്ങനെ മനസ്സിൽ ഒരു നല്ലൊരു ശാന്തിയും ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് ലാസ്റ്റാണ് ഞാൻ വന്നത്. ഏഴാമത്തെ ഗുരുതി പൂജയാണ് നടത്തുന്നത്. ഈ ലക്ഷ്മിക്കും നാരായണനും നമ്മൾ ഹൃദയം സമർപ്പിക്കുമ്പോൾ, അല്ലെ മനസ്സ് സമർപ്പിക്കുമ്പോൾ തന്നെ പ്രത്യുപകാരം കിട്ടുന്ന ഒരു പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു ദൈവങ്ങളാണ്. നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഓവാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലേക്ക് ദിനവും ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിച്ചേരുന്നത്. ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു ക്ഷേത്രം. അങ്ങനെയാണ് ഇവിടെ എത്തുന്ന ഓരോ മനുഷ്യർക്കും അവന്റെ സങ്കടങ്ങൾ അത് ഭഗവാന് മുന്നിൽ വന്ന് പറയുന്നതിന് വേണ്ടി, അത് സാധിക്കുന്നതിന് വേണ്ടിയാണ് എത്തുന്നത്. സാധാരണ അമ്പലങ്ങളിൽ ഭക്തജനങ്ങൾ എത്തുന്നത് അത് വിശ്വാസം കൊണ്ടാണ്. പക്ഷേ ഇവിടേക്ക് ഓരോ മനുഷ്യരും എത്തുന്നത് തൻ്റെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി, കാര്യസിദ്ധിക്ക് വേണ്ടി. പിന്നെ മറ്റ് വിശ്വാസികൾ പറയും ഇവിടെ എത്തിയാൽ അവരുടെ ആവശ്യങ്ങൾ നടക്കും എന്ന ഉറപ്പിന്മേൽ. അങ്ങനെ അത്ഭുതങ്ങൾ ദിനവും കണ്ടുവരുന്ന ഒരു മാധ്യമം കൂടിയാണ് ഞങ്ങൾ പലപ്പോഴും ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും പിന്നെ ചരിത്രങ്ങളും അനുഭവങ്ങളുമൊക്കെ വാർത്തയായി ചിത്രീകരിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സഹായമാകുമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് വലിയ വിശ്വാസമാണ്, കടപ്പാടാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത ചിത്രീകരിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് പോലും. നമ്മുടെ പ്രേക്ഷകർ സാധാരണക്കാരാണ്. ഒരുപക്ഷെ അവർ സങ്കടങ്ങൾ കൊണ്ട്, ദുഃഖങ്ങൾ കൊണ്ട്, ദുരിതങ്ങൾ കൊണ്ട്, കടബാധ്യതകൾ കൊണ്ട് ജീവിക്കുവാൻ കഴിയാതെ മരണത്തിന് പോലും കീഴടങ്ങണമെന്ന് കരുതി ജീവിക്കുന്ന അനേകം പ്രേക്ഷകരുണ്ടോ നമുക്ക്. അവർക്ക് മുന്നിലേക്ക് ഞങ്ങൾ ഈ ഒരു വാർത്ത എത്തിക്കും. അവർക്ക് ജീവിതത്തിലേക്ക് പിടിച്ചു വരുവാൻ ഒരു കച്ചിത്തിരുമ്പാകും ഈ വാർത്തയെങ്കിൽ അതിനുവേണ്ടിയാണ്. അങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് വന്ന അമ്മ എന്ത് വിഷമിച്ചു? വിഷമമുണ്ട്. വിഷമമില്ലാതെങ്കിൽ ഇവിടെ വരത്തില്ലല്ലോ, നമുക്ക് മനുഷ്യരല്ലേ. വിഷമമുണ്ട്. ഞാനൊരു കാര്യമായിട്ട് വന്ന് ഇന്ന് 7 പ്രാവശ്യം 7 പൂജകൾ പലതും ചെയ്ത് ഇന്ന് ലാസ്റ്റാണ് ഞാൻ വന്നത്. ഏഴാമത്തെ ഗുരുതി പൂജയാണ് നടത്തുന്നത്. ലക്ഷ്മി നാരായണ പൂജ 7 കഴിഞ്ഞ്, ശനീശ്വര പൂജ 1 കഴിഞ്ഞ്, സുദർശന ഹോമം 1 കഴിഞ്ഞ്, എല്ലാ പൂജയും കഴിഞ്ഞ് ഇന്ന് ലാസ്റ്റ് ഗുരുതി പൂജയ്ക്ക് വന്നു. ഞാൻ വന്നിട്ട് ഇതുവരെ എൻ്റെ കാര്യങ്ങളൊന്നും സാധിച്ചില്ല. പിന്നെ പതുക്കെ കൊണ്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ അടുത്തുനിന്ന് തന്നെയാണ് വരുന്നത്, ഭൂതക്കുളം. ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നത് ഇവിടെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ഫോൺ വഴിയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ചാനൽ വഴിയൊക്കെ. അങ്ങനെ കണ്ട് വന്ന് എൻ്റെ മോള് പറഞ്ഞ് ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് പ്രധാനമായിട്ട് 2 ആവശ്യങ്ങളുണ്ട്. അത് രണ്ടും ഞാൻ നേർച്ച ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒന്നിനും ഒരു മാറ്റവും വന്നില്ല. വരുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാം പലരും പറഞ്ഞ് ഒത്തിരി കാലതാമസം വരും, വന്നാൽ സാധിക്കുമെന്ന് 2-3 പേര് പറഞ്ഞ്. അങ്ങനെ ഞാൻ വന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എപ്പോഴെങ്കിലും നടക്കട്ടെ. നടന്നാ പറയാം. ചോദിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പറയുന്നതിൽ? ഭഗവാനെ കുറിച്ച് പറയുന്നത് അല്ല. അമ്മ എവിടെ നിന്ന് വരുന്നു? മണമ്പൂർ തോട്ടിക്കല്ലും. മണമ്പൂർ അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുള്ളതാണല്ലോ. ഇതുപോലെ ഓരോരുത്തരും അവിടെ അടുത്തുനിന്നൊക്കെ ഇവിടെ ആള് വന്ന്, അപ്പൊ അവര് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് വന്നാൽ കൊള്ളാം, ഇവിടെ വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇറങ്ങി. അത് വീട്ടിലൊന്നും അറിയാതെയാണ് വരുന്നത്. വീട്ടുകാർക്കൊന്നും അത്ര ഇതല്ല. അല്ല, അത് കേട്ടില്ല. വീട്ടിലറിയാതെ വരുമ്പോ ഇവിടുത്തെ കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് നടക്കാൻ പറ്റൂല നമുക്ക്, അല്ലേ? പൈസ ആയിട്ടും ഇതായിട്ടും സമയമായിട്ടും വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഒളിച്ചോടി വന്ന് വരണം, എന്തെങ്കിലും നമ്മളെ കാര്യം നടക്കും എന്നുള്ള വിശ്വാസത്തിൽ വന്ന്. അത് 12 മണി ആയുള്ളൂ, എല്ലാ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അങ്ങനെ ഇരിക്കുകയാണ് ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യുമെന്നുള്ളത്. മോന് കുട്ടികളില്ല, അതിനു വേണ്ടി മോള് സംഭവിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാ. മോള് പൊങ്കാല ഇട്ട്. ഇപ്പൊ
എങ്ങനെയാണ് പൊങ്കാല പൊങ്കാല ആദ്യം തന്നെ പറഞ്ഞാണ് പൊങ്കാല 7 പൊങ്കാല ഇടണമെന്ന് പറഞ്ഞു നോക്കിച്ചപ്പോഴേ മോളെ അമ്മയാ വന്ന് നോക്കിച്ചേ. എനിക്കാന്നേ 2 കാലും മുട്ടുമാറ്റി വെച്ചതാ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകത്തില്ല. ഞാൻ മോളെ അമ്മയോട് ഇവിടെ വന്ന് നോക്കിച്ചപ്പം പറഞ്ഞു ഇങ്ങനെ പൊങ്കാല ഇടാൻ പറഞ്ഞു. അങ്ങനെ പൊങ്കാല ഇട്ടു. അല്ല, ഞാൻ ആദ്യം വരുവാണ്, ആദ്യമായിട്ട് വരുവാണ്, ബസ് വരുക, കണ്ടു കേട്ട് വന്നാണ്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും. പത്തനംതിട്ട. ഞങ്ങളുടെ ഒരു ബന്ധു പറഞ്ഞറിഞ്ഞാണ് ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ വന്നാൽ നമ്മുടെ വിചാരിച്ചാലും സാധിക്കും. ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. എത്ര നാളെ വിവാഹം കഴിഞ്ഞിട്ട്? വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞു. 20 വർഷം കഴിഞ്ഞു. 20 വർഷം. എത്ര വയസ്സുണ്ട്? 2 വയസ്സോ? എനിക്ക് 19 വയസ്സുള്ള മോനുണ്ട്. എന്തായാലും നടക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് പേടാണ്. നല്ല ദൂരം ഉണ്ടല്ലോ. ഉണ്ട്. എങ്ങനെയാണ് സാറേ ഇത്? ഞാൻ യൂട്യൂബിൽ ഇവിടെ കണ്ടിട്ടാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നത്. ഇവിടെ ഞങ്ങൾ പലപ്പോഴും ഇവിടെ വരുമ്പോൾ നമുക്ക് പോലും അത്ഭുതമാകുന്ന പല നിമിഷങ്ങളുണ്ട്. കാര്യം പല ജനങ്ങളും പറയുന്നു അവരോട് വരുമ്പോൾ അവരുടെ വിചാരിച്ച കാര്യം സാധിക്കുന്നു എന്ന് പറയുന്നു. അത് ഒരുപാട് പേരുടെ അനുഭവ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടാണ് ഞാനും ഇവിടെ വരുന്നത്. ഞാനിപ്പം 2ാം തവണയാണ് ഇവിടെ വരുന്നത്. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? മാറ്റം ഞാനിപ്പോൾ 2 ദിവസമേ ആയിട്ടുള്ളൂ വന്നിട്ട്. എന്തെങ്കിലും മാറ്റങ്ങൾ അങ്ങനെ മനസ്സിന് വളരെ ഒരു നല്ലൊരു ശാന്തിയും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു അനുഗ്രഹം ഉള്ള അമ്പലമാണെന്ന് എനിക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ അനുഭവം ഒരുപാട് ആൾക്കാർക്ക് എല്ലാ അത്രയും അനുഭവങ്ങൾ പറയുന്നുണ്ട്. നല്ല വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് ഒക്കെ പറയുന്നു. ഭക്തനാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന്. ഇല്ല, ഞാനിപ്പോൾ 1 മാസം കൊണ്ട് ഇവിടെ വരുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും വരും. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് സാറിന് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ അങ്ങനെ തോന്നുന്നു? ഒരു മനസ്സിന് സുഖമുണ്ട്. ഉണ്ട്. സമാധാനമുണ്ട്. അസുഖങ്ങളൊക്കെ വളരെ കുറവുണ്ട്. ഞാനൊരു എനിക്ക് സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ട്. അത് ഏകദേശം 1.5 ലക്ഷം രൂപ കൊണ്ടേ പോവുള്ളൂ. PRSലാണ്. പിന്നെ അസുഖം ഇപ്പോഴും വന്നു. അത് തനിയെ വെളിയിൽ പോയി. തനിയെ പുറത്തു പോയി. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ്. അതൊരു അത്ഭുതമാണല്ലോ. അതൊരു അത്ഭുതമാണ്. മനസ്സിന് സുഖമുണ്ട്. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും വരും. പൂജ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യും. അപ്പം ഇവിടെ വന്നപ്പോൾ 6 ആഴ്ച വരണം. ഇപ്പം 3 ആഴ്ച കഴിഞ്ഞ്. ഇനി തുടർന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാം അമ്മ ലക്ഷ്മി നാരായണ സ്വാമി നടത്തി തരുമെന്ന് ആഗ്രഹിക്കുന്നു. ഉണ്ട്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ കൊച്ചുമോനും മാത്രമേ ഉള്ളൂ. മാവേലിക്കര. രാജമ്മ. വിശ്വാസത്തിൻ്റെ പുറത്താണ് വന്നത്. ഞാൻ വേറെ ഒരു ക്ഷേത്രത്തിലെ ആളായിരുന്നു. കരിങ്കുളം ഭദ്രകാളി ക്ഷേത്രം. അവിടെയാണ് എൻ്റെ സ്ഥലം. ഇപ്പോൾ താമസിക്കുന്ന പിള്ളേരുടെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട് പൂർത്തിയായില്ല, പകുതിയിൽ നിൽക്കുകയാണ്. ഒരു ലോണ്. അതെ, ലോണ് ഒരു 20 ലക്ഷം രൂപയ്ക്ക് വെച്ചതാണ്. അപ്പോൾ കുറച്ച് പിന്നെ കുറച്ച് കിട്ടാനുണ്ട്, അത് കിട്ടുന്നില്ല. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം കണ്ട് അങ്ങനെയാണ് ഈ യൂട്യൂബിൽ കണ്ടത്. ഇവിടെ ഇത് 5ാമത്തെ, ഇത് 7 ആഴ്ച വരണമെന്നാണ് പറയുന്നത്. അതെ, ഇത് 5 ആഴ്ച ഇന്നത്തോടെ ആവുകയാണ്. അപ്പോൾ എൻ്റെ പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗമായിട്ട് ഇവിടെ വന്ന് പൂജ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ചൈതന്യവും ആ കടത്തിനായാലും മറ്റ് ഐശ്വര്യത്തിനായാലും ഉള്ള കുറവുകളൊക്കെ പരിഹരിക്കപ്പെടും. അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക, ഭഗവാന് നെയ്വിളക്ക് അതുപോലെ തന്നെ തുളസിമാലയും വയ്ക്കുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഒരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ലക്ഷ്മിക്കും നാരായണനും നമ്മൾ ഹൃദയം സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സ് സമർപ്പിക്കുമ്പോൾ തന്നെ പ്രത്യുപകാരം കിട്ടുന്നൊരു പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു ദൈവങ്ങളാണത്. അതുപോലെ തന്നെ നമ്മൾ 10 രൂപ അതിനുവേണ്ടി ചിലവാക്കിയാൽ അല്ലെങ്കിൽ 100 രൂപ അതിനുവേണ്ടി ചിലവാക്കിയാൽ അതിൻ്റെ ഇരട്ടി, എത്രയോ ഇരട്ടിയായിട്ട് കിട്ടുമെന്നൊരു പ്രമാണം തന്നെ ഉണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഇവിടെ വരുന്ന സാധാരണക്കാർ നിരവധി പേർക്ക് അത്തരം അനുഭവങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ പ്രംജിത്ത് കല്ലവതക്കലിനൊപ്പം രജിത് കാര്യത്തിൽ, വീസ് മാനോസ്.